എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി പൂരിയുടെയും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ റൊട്ടി, നാൻ, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സവാള കൊണ്ടാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 5 മിനിറ്റ് മതി നമ്മൾക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ. ഇതുപോലൊരു കറി തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ കറിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത് പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഈ സമയത്ത് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഇപ്പം ഇതിൻ്റെ നിറമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സവാള ചേർത്ത് കൊടുക്കുക. സവാള ഞാനിപ്പം ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് സവാളയുടെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. സവാള എടുക്കുമ്പം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് ചേർക്കുമ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴണ്ടി വരുമ്പം കുറച്ചും കൂടി ഒന്ന് അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സവാള നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിലും കുറച്ച് താഴെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ. അതിൽ സ്വല്പം താഴെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഗരം മസാലയുടെ ഒന്നും അളവ് കൂടി പോകരുത്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ മറക്കാതെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം ഇപ്പം മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയുടെയൊക്കെ ഫ്ലേവർ നമ്മുടെ ഈ കറിക്ക് വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാച്ച കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. പക്ഷേ ഈ ഒരു കറിക്ക് മല്ലിയിലയുടെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കിട്ടുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈര്. തൈര് എടുക്കുമ്പം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കുക കേട്ടോ. കുറച്ച് പുളിയുള്ള തൈര് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒഴിച്ചേറിയായിട്ട് കഴിക്കുന്ന കറിയല്ല, നല്ല തിക്ക് ഗ്രേവിയോടുകൂടി എടുക്കുന്ന കറിയാണ്. ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഞാനൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പാൻ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഇത് തിളപ്പിക്കരുത്, പക്ഷെ നമ്മുടെ കറിയിലേക്ക് ചെറുതായിട്ടൊന്ന് ചൂട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് നമുക്ക് കൊടുത്തു വിടാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയം മതി നമ്മൾക്ക് കറി റെഡിയാക്കി എടുക്കാനായിട്ട്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു കറി റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോവില്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.